നമുക്ക് വാർഡ് കൗൺസിലറിലുണ്ട്, കൗൺസിലറോട് സംസാരിക്കാം. കൗൺസിലർ, എന്തായിരുന്നു ഈ പദ്ധതിയുടെ ഉദ്ദേശം? ഇപ്പോൾ എന്താണ് നിലവിലെ അവസ്ഥ? എന്താണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ്? ഇത് ഇറിഗേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നതാണ്. ആദ്യകാലത്ത് ഇത് പറഞ്ഞത് പെട്ടെന്ന് 9 മാസം കൊണ്ട് പണി പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എൻ്റെ അവസ്ഥ മനസ്സിലാവുന്നതാണ്. വലിയൊരു പൈപ്പ് ഇട്ടിട്ട് ബാക്കി ഫില്ല് ചെയ്യും. അപ്പോൾ ഇതുവഴി ഈ 10-80ഓളം കുടുംബക്കാർ ഇപ്പോൾ ഈ രണ്ട് ഭാഗത്തുള്ള അവരുടെ ജീവൻ തന്നെ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് നന്നാക്കുന്നത് പല പ്രാവശ്യം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ അറിയിച്ചിട്ട് ഏതൊരുവിധ നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പം നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ സൈഡുള്ള ആൾക്കാർ അറിയാലോ, വയസ്സായവർ ഉൾപ്പെടെ ഒരുപാട് പേര് താമസിക്കുന്നതാണ്. അപ്പോൾ അവർ എന്തെങ്കിലും പെട്ടെന്നൊരു അസുഖം വന്നാൽ പോലും ഹോസ്പിറ്റൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് മറ്റേ കോർപ്പറേഷൻ്റെ ഇതായിട്ട് സൈഡ് വാൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ പോലും ഇടിച്ചിട്ട് JCB ഇറക്കാവുന്ന ഒരു തലത്തിൽ ഇറക്കിയിട്ട് അത് ഒരാഴ്ച കൊണ്ട് ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞത്. അതുപോലും ഒരു നടപടി ഇല്ലാതെ ആ വീട് തന്നെ ഇടിഞ്ഞ് താഴെ ഏകദേശം ഇനി മഴ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ വീടുകൾക്കും അത് ഭീഷണിയാണ്. ഏതാണ്ട് 2 കോടി രൂപയാണ് പദ്ധതിയുടെ നടത്തിപ്പിനായിട്ട് അനുവദിച്ചിട്ടുള്ളത്. ഈ ഫണ്ട് പൂർണ്ണമായിട്ടും അനുവദിച്ചിട്ടുണ്ട്. എന്താണ് കരാറുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ഒരു നിലവിലെ ഒരു അവരുടെ അറിയിപ്പ് എന്താണ്? കരാറുകാർ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാറില്ല. അവർക്ക് കാശ് കിട്ടുന്നില്ല. ഇനി കാശ് കിട്ടിക്കഴിഞ്ഞാൽ അവർ പണി തുടങ്ങുകയുള്ളൂ. ഇനി ഈ അവസ്ഥയിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ ലാസ്റ്റിൽ അറിയിച്ചിട്ടുള്ളത്. നഗരസഭയുടെ ഭാഗത്ത് നിന്ന്, അതായത് ഇപ്പോൾ നഗരസഭയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു അറിയിപ്പും വന്നിട്ടില്ല. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മുകളിലോട്ട് നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊരു പരിമിതിയുണ്ട് നമുക്ക് ചെയ്യാൻ്റെ ആ ഒരു ഫണ്ടിൻ്റെ വിനിയോഗം കൊണ്ട്. അപ്പോൾ അതിൽ മാക്സിമം നമുക്കറിയാലോ, ഇത്രയും ഭാഗത്ത് ഇത്രയും മണ്ണിട്ട് പൊക്കുന്നതിന് തന്നെ നല്ലൊരു എമൗണ്ട് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇറിഗേഷനിൽ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഓഫീസർമാർ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ടിങ് അതെങ്ങനെയായിരിക്കണം, നല്ല രീതിയിലായിരിക്കണം. പക്ഷേ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന അവിടുത്തെ AE ഉൾപ്പെടെ ഉള്ളവർ വിളിച്ചാൽ ഫോൺ പോലും എടുക്കുന്നില്ല. എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ഒരു അധികാര സ്വരത്തിൽ അവർക്ക് ഇപ്പോഴൊന്നും ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ഭാവമാണ് അവർക്ക്.